Good morning, my dear traders. Thank you for joining me today. This is Faust from Currency Pips. ഓക്കെ, നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് വ്യൂ ഒന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇന്നലത്തെ മാർക്കറ്റ് വ്യൂയുടെ റിവ്യൂ ഒന്ന് നോക്കാം. നമ്മൾ യൂറോ എസ് ടിയിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ബുള്ളിഷ് തന്നെയായിരുന്നു. മനസ്സിലായില്ലേ? നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ടും ബുള്ളിഷ് വ്യൂ തന്നെയായിരുന്നു. കാരണം ഇത് 1 ഡേ ടൈം ഫ്രെയിമിലും 4 ഹവർ ടൈം ഫ്രെയിമിലൊക്കെ മാർക്കറ്റ് പക്ക ബുള്ളിഷ് സ്ട്രക്ചർ തന്നെയായിരുന്നു. നമ്മൾ മിനിഞ്ഞാന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലത്തുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ടാപ്പ് ചെയ്ത് പിന്നെയായിരുന്നു ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് പിന്നെയായിരുന്നു ബുള്ളിഷ് ആക്ഷൻ കണ്ടിന്യൂസ്ലി പോയത്. ഇന്നലെ കറൻസി ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു റേഞ്ച് മാർക്കറ്റ് ആണെന്ന് എക്സ്പെക്ട് ചെയ്തത്. ഇൻ കേസ് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് ലണ്ടനിൽ മാത്രമാണ്. ന്യൂയോർക്ക് ടൈമിൽ ഒരു പക്ക റേഞ്ച് ആയിരുന്നു ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. ബട്ട് ഓവറോൾ മാർക്കറ്റ് നല്ല ബുള്ളിഷ് തന്നെയായിരുന്നു എന്തൊക്കെയായിരുന്നാലും. ഓക്കെ, നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും പക്ക ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കറന്റ് ഇപ്പോൾ ഈ ഒരു 4 ഹവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു സെൽസ് ലിക്വിഡിറ്റിയുടെ ആണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു PD മെട്രിക്സ് അറിയാം 4 ഹവറിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ ബൈസ് നോക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇന്നലെ മാർക്കറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു PD മെട്രിക്സ് അറിയാം എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇപ്പോഴും നല്ലൊരു ഡിമാൻഡ് ഏരിയ ഉണ്ട്. ഡിമാൻഡ് ഏരിയ അല്ല, ഇതൊരു ഡിസ്കൗണ്ട് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് ഏരിയയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാം. കണ്ടില്ല, ഈ ഒരു ഓർഡർ ബ്ലോക്കിലാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ 4 ഹവർ ടൈം ഫ്രെയിമിലുള്ള EFEGO അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കോ ഇവിടെയൊക്കെ ആയിരിക്കും അടുത്തതായിട്ടൊരു ബൈ ആക്ഷൻ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെൽസ് ലിക്വിഡിറ്റിയിൽ തന്നെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് കൊണ്ട് നമ്മൊരു ബെയറിഷ് ആക്ഷൻ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം ഈ വരുന്ന മണിക്കൂറുകൾ ഈ സെഷനിലുമായിട്ട്. അതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ന്യൂസുകളാണ്. ഇന്ന് നമ്മുടെ മന്തിലെ ഫസ്റ്റ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ NFP ഉണ്ട്, നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് NFP അല്ലെങ്കിൽ നോൺ ഫാം പേറോൾ നമുക്കുണ്ട്. ഫോറക്സിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് NFP. അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് സെഷനിൽ ട്രേഡുകൾ നമ്മൾ എടുക്കുന്നില്ല. അതിൽ 2 റീസൺ NFP ഉണ്ട്. രണ്ടാമത്തെ റീസൺ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഫ്രൈഡേയിൽ ന്യൂയോർക്കിൽ പൊതുവെ മാർക്കറ്റും റേഞ്ച് ബൗണ്ട് ആയിരിക്കും. മോസ്റ്റ് പ്രോബബിളി റേഞ്ച് ബൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ പുറമെ ഇന്ന് NFP ഉണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് സെഷനിൽ നമ്മൾ ഇന്ന് ട്രേഡുകൾ നോക്കുന്നില്ല. നമ്മളിന്ന് ട്രേഡുകൾ മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് ലണ്ടൻ സെഷനിലായിരിക്കും. കാരണം ലണ്ടൻ സെഷനിലായിരിക്കും കൂടുതൽ നല്ല ട്രേഡുകൾ ഇന്ന് ഉണ്ടാവാനുള്ള ചാൻസ്. പിന്നെ ഓവറോൾ നമ്മൾ അധികം ട്രേഡ് പുഷ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഇന്നത്തെ ഈ ആഴ്ചത്തെ 2 വ്യൂ കറക്റ്റ് ആയി. നമ്മൾ ഓൾറെഡി 4 hour അപ്പാണ് ഇപ്പം. മനസ്സിലായി, 1:4 hour നമുക്ക് ഓവറോൾ ഇപ്പൊ പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ട്രേഡുകളൊന്നും പുഷ് ചെയ്യണമെന്നില്ല. ഇവിടെ അത്യാവശ്യം നല്ല സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ സെൽസ് ഇവിടെ തൽക്കാലം നോക്കുന്നുള്ളൂ. ഓക്കെ, ഇതാണ് യൂറോയുടെ വ്യൂ. ഇനി ഗോൾഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് 1 മിനിറ്റ്. ഗോൾഡിന്റെ ചാർട്ട് എടുക്കുമ്പോൾ നമ്മൾ മിനിഞ്ഞാന്ന് പ്ലോട്ട് ചെയ്തിട്ട ഒരു സെൽസ് ലിക്വിഡിറ്റി, ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് നമുക്കിവിടെ. മനസ്സിലായില്ലേ? ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്കുള്ള ആ ഒരു ജേർണി തന്നെയാണ് ഇപ്പോഴും. ഗോൾഡ് ഓവറോൾ പറയുമ്പോൾ റേഞ്ച് ബൗണ്ടിൽ തന്നെയാണ്, ഒരു പ്രോപ്പർ ട്രെൻഡി അല്ല. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ ഈ ഒരു ബൈ ആക്ഷൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഗോൾഡ് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ മിനിഞ്ഞാന്ന് തൊട്ട് പറയാനായിരുന്നു ഗോൾഡ് ബുള്ളിഷ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ തൊട്ടേ ഗോൾഡ് ബുള്ളിഷ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അന്ന് തന്നെ ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തില്ല. ഇന്നലത്തെ ദിവസം കംപ്ലീറ്റ്ലി ഗോൾഡ് റേഞ്ച് ബൗണ്ട് ആയിരുന്നു. കണ്ടില്ലേ, പ്രോപ്പറായിട്ട് എൻട്രി ഇവിടെ പ്രോപ്പറായിട്ട് തന്നിട്ടില്ല. ഇനി ഇന്നത്തെ മാർക്കറ്റിലാണ് നമുക്ക് പ്രതീക്ഷ ഇന്ന് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. ഹാവ് എ ഗ്രേറ്റ് ട്രേഡിംഗ് ഡേ.